ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ എല്ലാ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ച നമ്മുടെ പ്രതിനിധികളാണ് ഈ ലൈവ് എത്തണിൽ ഒപ്പം ചേരുന്നതെല്ലാം. അതിലൊരാൾ കൂടി പ്രശാന്ത് കൃഷ്ണ. പ്രശാന്ത്, ഈ സ്വർണം കടത്തിയവരിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് എന്ത്? ദേവസ്വം ബോർഡിന് ഒരു സുപ്രധാന പങ്ക് തന്നെയാണ്. കാരണം ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ദേവന്റെ എല്ലാം സംരക്ഷണം ഉറപ്പാക്കേണ്ട ഒരു വളരെ അധികം അധികാരങ്ങളുള്ള, സർക്കാരിൻ്റെ ഒന്നും പുറത്തുനിന്നുള്ള ബാഹ്യ ഇടപെടലില്ലാത്ത അധികാരമുള്ള ഒരു ബോർഡാണ്. അപ്പോൾ ആ ബോർഡ് തന്നെയാണ് ഭഗവാന്റെ സ്വർണം കൊള്ളയടിക്കാൻ വേണ്ടി കൂട്ടുനിന്നത് എന്ന ഞെട്ടിക്കുന്ന സത്യമാണ് നമ്മളുടെ വാർത്തകളിലൂടെ പുറത്തു വന്നത്. ഇപ്പോൾ അന്വേഷണം ഒരു പ്രധാന ഘട്ടത്തിലെത്തി. 6 ആഴ്ചത്തെ അന്വേഷണം പൂർത്തിയായി നാളെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്ന നടപടിയിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന ഇടക്കാല റിപ്പോർട്ടും കോടതിയുടെ ഉത്തരവും എല്ലാം തന്നെ അതിലൂടെ എല്ലാം പുറത്തു വന്നിരിക്കുന്നത് ഇനി ദേവസ്വം ബോർഡിന് ചെയ്യാൻ പാടില്ലാത്ത, അതായത് ദേവസ്വം ബോർഡിൽ ഇടപെടാൻ പാടില്ലാത്ത സർക്കാർ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇതിനോടകം തന്നെ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ, അത് മൊഴികളെല്ലാം തന്നെ തന്ത്രിക്കെതിരെയാണ്, ചില മന്ത്രിക്കെതിരെയാണെന്ന് പറയുന്നത്. അതെല്ലാം തന്നെ ഒരു ഫൈനൽ റിപ്പോർട്ട് നാളെ കോടതിയിലേക്ക് എത്തുമ്പോൾ മാത്രമേ വ്യക്തമാകൂ. അതുകൊണ്ട് തന്നെ തന്ത്രിയുടെയും മന്ത്രിയുടെയും മുൻ മന്ത്രിയുടെയും ഒക്കെ തന്നെ ഉറക്കം കെടുമോ എന്നത് നാളെ അന്തിമ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ നാളത്തെ 6 ആഴ്ചത്തെ അന്വേഷണം പൂർത്തിയാക്കി സമർപ്പിക്കുമ്പോൾ ഒരു വ്യക്തത വരും. ഇതിൽ ഏറ്റവും പ്രധാനം 2019 മുതലുള്ള ദേവസ്വം ബോർഡ് നേതൃത്വം, അതായത് 19-ലെ ബോർഡ് നേതൃത്വമാണ് ഇപ്പോൾ പൂർണ്ണമായും ഈ പരിധിയിൽ നിൽക്കുന്നത്. 19 മുതലുള്ള ദേവസ്വം ബോർഡ് നേതൃത്വം വലിയ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അതായത് ഒരു കള്ളന്മാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അത് 25-ലെ ദേവസ്വം ബോർഡും 2022-ലെ ഇടക്കാലത്തുണ്ടായിരുന്ന ഈ അനന്തഗോപന്റെ കാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഭരണസമിതി മാത്രമാണ് ഈ മേൽക്കൂരയുടെ അറ്റകുറ്റപ്പണി അവിടെ ശബരിമല സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാതിരുന്നത്. അപ്പോൾ ബോർഡ് നേതൃത്വം 19 ബോർഡ് നേതൃത്വം പൂർണ്ണമായും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം വഹിച്ചവരെന്ന് നിൽക്കുമ്പോൾ 2025-ലെ ബോർഡ്, അതായത് PS പ്രശാന്തിന്റെ ബോർഡ് 19-ലെ കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തി. ഇത്തവണയും അറ്റകുറ്റപ്പണിക്കായി ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കൈമാറി ഉറപ്പായും അന്വേഷണം വരേണ്ടതുണ്ട്. ഈ തിരിമറി നടത്തിയവർക്കും അത് നടത്താൻ കൂട്ടുനിന്നവർക്കും അത് നടത്താൻ അതിൽ പിന്നിൽ ഈ നടത്തിയതിനൊക്കെ മറവായി നിന്നവർക്കും ഇത് മറച്ചു വെക്കാൻ ശ്രമിച്ചവർക്കുമൊക്കെ എതിരെ നടപടി ഉണ്ടാവേണ്ടത്. അങ്ങനെ നോക്കിയാൽ ഇതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട്. അതിലേക്കൊക്കെ അന്വേഷണം എത്തുകയും വേണം.